ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് പെറ്റ്സുകൾ നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ നിങ്ങളിൽ പെറ്റ്സുകൾ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. നമ്മുടെ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. വീഡിയോയുടെ സീരിയൽ നമ്പർ നോക്കി ബ്രീഡേഴ്സിൻ്റെ നമ്പർ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമുക്ക് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ പിറവത്ത് നിന്നാണ് സെയിലിന് വന്നിരിക്കുന്നത്. ഡാഷിൻ്റെ ക്രോസ് പപ്പീസാണ് വന്നിരിക്കുന്നത്. ഡാഷും നാടനുമായിട്ടുള്ള ക്രോസ് പപ്പീസാണ് വന്നിരിക്കുന്നത്. ഒരെണ്ണത്തിന് റേറ്റ് വരുന്നത് 500 രൂപയാണ് ചോദിക്കുന്നത്. ഒരു പപ്പിയുടെ റേറ്റ് 500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ക്രോസ് പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാവുന്നതാണ്. 500 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ. 3 ഫീമെയിലും 2 മെയിലും ഉണ്ട്. മെയിൽ പപ്പീസുണ്ട്, ഫീമെയിൽ പപ്പീസുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ മദർ ഡോഗിനും കൊടുക്കാനുള്ളതാണ്. അതിന് 2000 രൂപയാണ് ചോദിക്കുന്നത്. പപ്പീസിന് 500 രൂപ. രണ്ടാമതായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് 2 കിറ്റൻസാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രായം വന്നിരിക്കുന്നത് 3 മാസമാണ് പ്രായം വന്നിരിക്കുന്നത്. ഒരെണ്ണം ഡോൾ ഫേസും അതേപോലെ തന്നെ ഒരെണ്ണം ഫുൾ പഞ്ചുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള കിറ്റൻസാണ് വന്നിരിക്കുന്നത്. ഫീമെയിൽ കിറ്റൻസ് 3 മാസമാണ് പ്രായമായിരിക്കുന്നത്. ഡോൾ ഫേസിന് ചോദിക്കുന്നത് 4000 രൂപയും ഫുൾ പഞ്ചിന് ചോദിക്കുന്നത് 10000 രൂപയാണ് ചോദിക്കുന്നത്. രണ്ടും ഫീമെയിൽസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബ്രീഡിങ് പർപ്പസിനൊക്കെ എടുക്കാൻ ഉള്ളവർക്ക് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളമാണ്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഈ 2 കിറ്റൻസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡോൾ ഫേസിന് 4000 രൂപയും അതേപോലെ ഫുൾ പഞ്ചാണ് ഈ കിറ്റൻ വന്നിരിക്കുന്നത്. ഫുൾ പഞ്ചിന് വരുന്നത് 10000 രൂപയാണ് ചോദിക്കുന്നത്. ഫീമെയിൽസാണ് 2 വന്നിരിക്കുന്നത്. നമ്മുടെ ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ലൈക്കുകളും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായിട്ട് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ മാക്സിമം ഗ്രൂപ്പുകളിലേക്കൊക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. മൂന്നാമതായിട്ട് നമുക്ക് പ്രാവുകൾ വന്നിരിക്കുന്നത് മലപ്പുറം തിരൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഹിപ്പിയുടെ ഒരു 10 കല്ലിയായ പെയറാണ് വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 1000 രൂപയാണ്. ഈ 10 കല്ലിയായ ഹിപ്പിയുടെ പെയറിൻ്റെ റേറ്റ് വരുന്നത്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് മലപ്പുറം തിരൂരാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. രണ്ടാമത് അവിടെ നിന്ന് വന്നിരിക്കുന്നത് ഒരു ഹിപ്പിയും റെഡ് വന്നിരിക്കുന്നത് ജാക്കോബി മിക്സ് മെയിലാണ് വന്നിരിക്കുന്നത്. ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്നത് 1300 ഈ പെയറിൻ്റെ റേറ്റ് വരുന്നത്. ഒരു ഹിപ്പിയും ജാക്കോബി മിക്സാണ് റെഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ബ്രീഡിംഗ് പെയറാണ്. 1300 ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി കളറും അതുപോലെ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ബേഡുകളാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഹംഗേറി മിക്സിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ്. അപ്പോൾ ഇതിൽ ബൂട്ട് കട്ട് ചെയ്തേക്കാണ്. ഹെവി ബൂട്ടുള്ള ബേഡുകളാണ് വന്നിരിക്കുന്നത്. ബൂട്ട് ഇപ്പോൾ ബ്രീഡിങ്ങിന് വേണ്ടി കട്ട് ചെയ്തേക്കാണ്. 1200 രൂപയാണ് ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത്. ഹംഗേറി മിക്സിൻ്റെ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ബേഡുകളാണ് വന്നിരിക്കുന്നത്. 1200 ഈ പെയറിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. നാലാമതായിട്ട് നമുക്ക് 2 കാറ്റുകളാണ് സെയിൽ വന്നിരിക്കുന്നത്. ഡോൾ ഫേസ്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂരാണ്. ബ്ലാക്ക് കളർ വന്നിരിക്കുന്നത് ഫീമെയിലും അതേപോലെ തന്നെ ഗോൾഡൻ കളർ വന്നിരിക്കുന്നത് മെയിലുമാണ്. ഒരു കാറ്റിൻ്റെ റേറ്റ് 2000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അഡൾട്ട് കാറ്റാണ് വന്നിരിക്കുന്നത്. 2000 രൂപ. അപ്പോൾ 2 എടുക്കണമെങ്കിൽ 4000 രൂപ. ഒരു മെയിലും ഒരു ഫീമെയിലാണ് കൊടുക്കാനുള്ളത്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂരാണ്. അടുത്തായിട്ട് നമുക്ക് പാലക്കാട് നെന്മാറയിൽ ഒരു ഫ്രീ അഡോപ്ഷനാണ്. 6 മാസമായ ക്രോസ് ഡോഗാണ് വന്നിരിക്കുന്നത്. മെയിലാണ് വന്നിരിക്കുന്നത്. ആരെങ്കിലും ഇതിനെ എടുത്ത് വളർത്താൻ താല്പര്യമുണ്ടെങ്കിൽ വളർത്താവുന്നതാണ്. പാലക്കാട് നെന്മാറയാണ് ലൊക്കേഷൻ. ഫ്രീ അഡോപ്ഷനാണ്. മെയിലാണ്. 6 മാസമാണ് പ്രായം. ക്രോസ് ഡോഗ്. ആറാമതായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്ന ഒരു ഫാൻസി കോഴിയാണ് അഡൾട്ട്. അപ്പോൾ ഇതിന് 2000 രൂപയാണ് ഈ ഫാൻസി കോഴിയുടെ റേറ്റ് ചോദിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ കേച്ചേരിയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ അഡൾട്ടാണ് വന്നിരിക്കുന്നത്. മെയിലാണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 2000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നത്.
അടുത്തതായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് നാടൻ കോഴികളും കരിങ്കോഴികളാണ് സെയിലിന് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പാലക്കാടാണ്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ കാണുന്നതിൽ നാടൻ കോഴിക്ക് പീസ് റേറ്റ് 250ഉം കരിങ്കോഴി വരുന്നത് 300 രൂപയാണ് പീസ് റേറ്റ് വരുന്നത്. ഇവിടെ ഒരുപാട് നാടൻ കോഴികളും കരിങ്കോഴികളും കൊടുക്കാനുണ്ട്. നിങ്ങൾക്ക് അഡൾട്ടോ അല്ലെങ്കിൽ ഏത് പ്രായത്തിലുള്ളവരാണ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് വന്നിരിക്കുന്നത് മുട്ടയിടുന്ന കരിങ്കോഴികളാണ് വന്നിരിക്കുന്നത്. പീസ് റേറ്റ് 800 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. മുട്ടയിടുന്ന കരിങ്കോഴികൾ പീസ് റേറ്റ് 800 രൂപ അഡൾട്ട് ആയതാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യുന്നതിൽ 75% ആളുകൾക്കും സെയിൽ നടക്കുന്നുണ്ട്. അതിനെല്ലാം ഒരു നമ്മുടെ വീഡിയോ പ്രൊമോഷനും അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഫുൾ സപ്പോർട്ടും അതുപോലെ തന്നെ അവരുടെ റേറ്റും പറയുന്നതിൽ നോർമൽ റേറ്റാണ് പറയുന്നത്. നമ്മുടെ കൊറോണ ടൈമിൽ പെറ്റ്സിന് എല്ലാത്തിനും ഒരുപാട് ഹൈ റേഞ്ച് വരെ റേറ്റ് കയറി പോയതാണ്. അപ്പോൾ ആ റേറ്റിൽ പെറ്റ്സിനൊക്കെ വാങ്ങിയിട്ട് ഇപ്പോൾ സെയിൽ ചെയ്യുന്നവർക്ക് ആ റേറ്റൊന്നും കിട്ടില്ല. കാരണം നമ്മുടെ പെറ്റ്സിൻ്റെ മാർക്കറ്റ് നോർമൽ പോലെ അത് കൊറോണയ്ക്ക് മുന്നുള്ള റേറ്റ് എങ്ങനെയാണോ ആ റേറ്റിലും ഒക്കെയാണ് ഇപ്പോൾ സെയിൽ നടക്കുന്നുള്ളൂ. അപ്പോൾ കൊറോണയുടെ ടൈമിലുള്ള റേറ്റൊക്കെ നിങ്ങൾ പെറ്റ്സിന് പറയുകയാണെങ്കിൽ വെറുതെ വീഡിയോ പോസ്റ്റ് ചെയ്യൽ മാത്രമേ ഉണ്ടാവുള്ളൂ, നടക്കലുള്ളൂ, നിങ്ങൾക്ക് സെയിൽ നടക്കില്ല. അപ്പോൾ നോർമൽ റേറ്റ് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് സെയിൽ ചെയ്യുന്നവർക്ക് നല്ല കച്ചവടം നടക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും പ്രാവായാലും ഡോഗ്സ് ആയാലും മറ്റേത് പെറ്റ്സ് ആയാലും ഇപ്പോൾ സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് മാർക്കറ്റ് റേറ്റ് നോക്കാം. അതേപോലെ തന്നെ കൊറോണ ടൈമിൽ ബ്രീഡിങ് തുടങ്ങിയ ടീമുകളൊന്നും ആ റേറ്റ് പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് സെയിൽ നടക്കില്ല. അപ്പോൾ മാർക്കറ്റ് റേറ്റ് നോക്കി നിങ്ങൾ സെയിൽ ചെയ്യാൻ നോക്കാം നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ. ഇത് വന്നിരിക്കുന്നത് 3 മാസമായ കരിങ്കോഴികളാണ്. 500 രൂപയാണ് ഇതിൻ്റെ പീസ് റേറ്റ് വരുന്നത്. എട്ടാമതായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ഒരു നല്ല അടിപൊളി കാറ്റാണ് വന്നിരിക്കുന്നത്. 10 മാസം പ്രായമായ മെയിൽ കാറ്റാണ് വന്നിരിക്കുന്നത്. നല്ല ഹെയർ ക്വാളിറ്റി ഉള്ള കാറ്റാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 4500 രൂപയാണ് ചോദിക്കുന്നത്. നല്ല ഹെയർ ക്വാളിറ്റി ഉള്ള കാറ്റാണ് വന്നിരിക്കുന്നത്. മെയിൽ കാറ്റാണ് വന്നിരിക്കുന്നത്. സ്റ്റഡ് പർപ്പസിന് യൂസ് ചെയ്യാവുന്നതാണ്. തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാടാണ് ലൊക്കേഷൻ. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഇല്ല. ഡയറക്റ്റ് നിങ്ങൾ വന്ന് കളക്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. 4500 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. മെയിലാണ് വന്നിരിക്കുന്നത്. 10 മാസമാണ് പ്രായം വന്നിരിക്കുന്നത്. നല്ല ഹെയർ തിക്നെസ് ഉള്ള കാറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കൂടുതലും ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോൺടാക്ട് ചെയ്യുക. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്ന് രാമനാട്ടുകര എന്നാണ് വന്നിരിക്കുന്നത്. അടിപൊളി പ്രാവുകളാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 500 രൂപയുടെ തൊട്ട് 800 രൂപയുടെ വരെ പ്രാവുകളുണ്ട്. ടൂർണമെൻറ്റിനൊക്കെ ഇറങ്ങിയ പ്രാവുകളുണ്ട്. ടൂർണമെൻറ്റിന് പ്രൈസ് അടിച്ചാണ് പ്രാവുകളുണ്ട്. അതേപോലെ തന്നെ നാഗർകോവിൽ വരെ ടൂർണമെൻറ്റിന് ഇറങ്ങിയ പ്രാവുകൾ ഇതിലുണ്ട്. 13.5 മണിക്കൂർ പറന്ന പ്രാവുകളുണ്ട്. അപ്പോൾ നല്ല അടിപൊളി പ്രാവുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് പീസ് റേറ്റ് 500 രൂപ തൊട്ട് 800 രൂപ വരെയുള്ള പ്രാവുകളുണ്ട്. മൊത്തം 15ഓളം പ്രാവുകളെ കൊടുക്കാനുണ്ട്. അപ്പോൾ ഒട്ടുമിക്കതും നല്ല അടിപൊളി പറക്കണ പ്രാവുകളാണ്. 13.5 മണിക്കൂർ വരെ പറന്ന പ്രാവുകളും ടൂർണമെൻറ്റിൽ പ്രൈസ് അടിച്ച പ്രാവുകളും കൊടുക്കാനുണ്ട്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. കോഴിക്കോട് ജില്ലയിൽ രാമനാട്ടുകരയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾ ബ്രീഡറായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് കിറ്റൺസാണ് സെയിലിന് വന്നിരിക്കുന്നത്. ഡോൾ ഫേസിൻ്റെ കിറ്റൺസും അതേപോലെ സെമി പഞ്ച് കിറ്റൺസും വന്നിട്ടുണ്ട്. ഇതിൽ വന്നിരിക്കുന്നത് 2 ഫീമെയിലും ഒരു മെയിൽ കിറ്റണാണ് സെയിലിന് വന്നിരിക്കുന്നത്. 2600 രൂപയാണ് ഒരു കിറ്റൻ്റെ റേറ്റ് വരുന്നുള്ളൂ. 2600 രൂപ. അതേപോലെ തന്നെ സെമി പഞ്ചിൻ്റെ കിറ്റൺസും വന്നിട്ടുണ്ട്. സെമി പഞ്ചിന് 3300 രൂപയാണ് ചോദിക്കുന്നത്. ഫീമെയിലുണ്ട് മെയിൽ കിറ്റൺസ് ഉണ്ട്. കുറച്ചധികം കിറ്റൺസ് സെയിലിന് വന്നിട്ടുണ്ട്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് കണ്ണൂരാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം അവൈലബിൾ ആണ്. അപ്പോൾ ഡോൾ ഫേസിൻ്റെ കിറ്റൺസിന് വരുന്നത് ഡോൾ ഫേസിൽ 3 കൊടുക്കാനുണ്ട്. 2 ഫീമെയിലും ഒരു മെയിലും. 2600 രൂപയാണ് ഒരു കിറ്റൻ്റെ റേറ്റ് വരുന്നത്. സെമി പഞ്ചിൻ്റെ റേറ്റ് വരുന്നത് 3300 രൂപയാണ് ചോദിക്കുന്നത്. അതിൽ സെമി പഞ്ചിൽ മെയിൽ കിറ്റൺസ് ഉണ്ട്, ഫീമെയിൽ കിറ്റൺസ് ഉണ്ട്.
അപ്പോൾ നല്ല അടിപൊളി കിറ്റൻസാണ് വന്നിരിക്കുന്നത്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് കണ്ണൂരാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. 2600 രൂപയുടെ കിറ്റൻസ് ഉണ്ട്. അതേപോലെ തന്നെ 3300 സെമി പഞ്ച് കിറ്റൻസും കൊടുക്കാനുണ്ട്. അപ്പോൾ സെമി പഞ്ചിന് 3300 രൂപ വരുന്നുള്ളൂ. ഡോൾഫേസിന് 2600 രൂപയാണ് വരുന്നുള്ളൂ. ലൊക്കേഷൻ കണ്ണൂരാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളിൽ പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്ത് തരാവുന്നതാണ്. വീഡിയോ എടുക്കുമ്പോൾ ഇതുപോലെയല്ല, മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കുക, നല്ല ക്ലാരിറ്റിയിൽ. അതാണ് നിങ്ങളുടെ പെറ്റ്സിനെ മറ്റുള്ളവർ കണ്ട് ഇഷ്ടപ്പെട്ടാലാണ് അവർ വിളിക്കുകയുള്ളൂ. ആ വീഡിയോ എടുക്കുമ്പോൾ നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ ശ്രമിക്കുക. 11ാമതായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ബൾക്ക് സെയിലാണ്. അപ്പോൾ ഇവിടെ 100ഓളം പ്രാവുകൾ കൊടുക്കാനുണ്ട്. നാടൻ പ്രാവുകളും ക്രോസ് പ്രാവുകളായിട്ട് 100 എണ്ണം കൊടുക്കാനുണ്ട്. ഒരെണ്ണം പീസ് റേറ്റ് 100 രൂപയാണ് വരുന്നുള്ളൂ. പീസ് റേറ്റ് 100 രൂപയാണ് ചോദിക്കുന്നത്. 100ഓളം പ്രാവുകൾ കൊടുക്കാനുണ്ട്. അപ്പോൾ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബൾക്ക് സെയിൽ അവൈലബിൾ ആണ്. 100ഓളം പ്രാവുകൾ. ലൊക്കേഷൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരമാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഫോസ്റ്റേഴ്സൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ പ്രാവുകളാണ്.